എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സാഞ്ചി അവൻ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി നെഞ്ച് തകർന്ന വേദനയിൽ ആ മഴയത്ത് അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ഇവിടെ പുട്ടിങ് അവളാണെങ്കിൽ റേച്ചുവിനോട് പറയും, നിങ്ങളെല്ലാം തന്നെ നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ നിന്നെ ഇനി പുറത്തേക്ക് വിടുന്നത് അപകടമാണ്. നിന്നെ കൊല്ലാനാണ് എന്റെ തീരുമാനം. പക്ഷേ നാളത്തെ ഫംഗ്ഷൻ അത് കഴിയുന്നത് വരെ നീ ജീവിച്ചിരുന്നേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാനുകൾ അതെല്ലാം തെറ്റും. ഞങ്ങളുടെ പ്ലാൻ അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ വിൻസ്മോക്ക് ഫാമിലിയിലുള്ള ഒരുത്തനെ പോലും വെറുതെ വിടാതെ എല്ലാറ്റിനെയും ഞാൻ കൊന്നു തള്ളും. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പര്യവസാനിക്കുന്നത് വരെ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പുട്ടിങ് അവളുടെ കൈ അങ്ങനെ നീട്ടി റേച്ചുവിന്റെ തലയിലേക്ക് കടത്തി വിടുകയാണ്. അതിനുശേഷം അവളുടെ ബ്രെയിനിൽ ഏതൊക്കെയോ ചില സ്ക്രൂകൾ ടൈറ്റ് ചെയ്യും, ചിലത് ലൂസാക്കി വിടും. ഇവിടെ റേച്ചുവിനാണെങ്കിൽ പതിയെ തല ചുറ്റാൻ തുടങ്ങും, തല വേദനിക്കും. എന്താ അവൾ ചെയ്യുന്നതെന്നും എന്താണ് അവൾക്ക് സംഭവിക്കുന്നതെന്നും റേച്ചുവിന് മനസ്സിലാവില്ല. ഇവിടെ സാഞ്ചിയാണെങ്കിൽ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി താഴേക്ക് നോക്കി നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഫിലിം പോലെ ലാസ്റ്റ് ഉണ്ടായിരുന്ന കുറെ മെമ്മറീസ് അത് അവള് പുറത്തേക്ക് എടുക്കുകയാണ്. ആക്ച്വലി ഇവള് മെമ്മറി ഫ്രൂട്ടാണ് കഴിച്ചിരിക്കുന്നത്. ആ ഒരു പവറിൽ അവൾക്ക് ആരുടെ വേണമെങ്കിലും മെമ്മറി ഒരു ഫിലിം പോലെ പുറത്തേക്ക് എടുക്കാനായിട്ട് കഴിയും. അവൾ ആ മെമ്മറി അത് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പൊ അതിൽ കാണും റേച്ചുവെ ഷൂട്ട് ചെയ്തത് അത് മറ്റാരുമല്ല, സാക്ഷാൽ പുട്ടിങ് തന്നെയാണ്. അവളെ ഷൂട്ട് ചെയ്ത് അടുത്ത നിമിഷം അന്യനെ പോലെ അവളുടെ ഇമോഷൻസ് ചേഞ്ച് ചെയ്ത് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കൂട്ടി ഇവിടേക്ക് കൊണ്ടുവന്നു. പുട്ടിങ് ആണെങ്കിൽ ആ മെമ്മറീസ് എല്ലാം ഇപ്പൊ ഓൾട്ടർ ചെയ്യാണ്. റേച്ചുവിനെ ഷൂട്ട് ചെയ്തത് അത് സോൾജിയേഴ്സ് ആക്കി മാറ്റി അവളത് റീഅസൈൻ ചെയ്ത് ഇപ്പൊ അവളിലേക്ക് തന്നെ അവളുടെ ബ്രെയിനിലേക്ക് തന്നെ തിരികെ അയക്കാനായിട്ട് തയ്യാറാവും. റേച്ചുവിനാണെങ്കിൽ ഇപ്പോഴും ബോധം തിരികെ കിട്ടിയിട്ടില്ല. ഉടനെ അവളാണെങ്കിൽ മെഡിക്കൽ ടീമിനെ അവിടേക്ക് വിളിച്ചു വരുത്തി റേച്ചുവിന് ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇവിടെ സാഞ്ചി അവൻ ഈ കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും താങ്ങാൻ കഴിയാതെ അവൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് അതെല്ലാം അവിടെ തന്നെ വലിച്ചെറിഞ്ഞ് അങ്ങനെ കടന്നു പോവും. കട്ട് ചെയ്ത ബിഗ് മോമും അവളുടെ അസിസ്റ്റൻസും അവരാണെങ്കിൽ നമ്മുടെ ബ്രൂക്കിനെ കളിയാക്കുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തന്നെ വെല്ലുവിളിച്ച് എന്നോട് ഫൈറ്റ് ചെയ്യാൻ നീ കടന്നു വരും. നിനക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അതിന് ബ്രൂക്ക് ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഇവിടേക്ക് വന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനെതിരായിട്ട് ആര് വന്നാലും അതാരാണെങ്കിലും ഞാൻ അവരെ വെട്ടി എറിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് അവന്റെ സ്റ്റൈൽ ആൻഡ് സ്ക്വാഡൊക്കെ അങ്ങനെ വീശി വീശി ടെററായിട്ട് നിൽക്കും. ബിഗ് മോം ആണെങ്കിൽ ഞൊടിയിടയിൽ അവളുടെ സൈസ് അത് വലുതാക്കുകയാണ്. ആ ഗ്യാപ്പിൽ ബ്രൂക്ക് അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവരുടെ ശ്രദ്ധ തിരിച്ച് പുറകിലേക്ക് ഓടും. എന്നിട്ട് ഞൊടിയിടയിൽ പുറകിലെ ചുമരിലൂടെ ചാടി കയറി ബിഗ് മോമിന്റെ പിന്നിൽ വന്ന് ആഞ്ഞു വെട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ബിഗ് മോം അവളൊരു എംപററാണ്, അത്ര എളുപ്പത്തിൽ അവളെ തകർക്കാൻ കഴിയില്ല. അവളുടെ ക്ലൗഡ് പവറും സൺ പവറും അത് രണ്ടും ഇപ്പോ ബ്രൂക്കിന്റെ തൊട്ട് മുൻപിൽ വന്ന് നിൽക്കും. ആ തണ്ടറും ഫയറും ആണെങ്കിൽ ഇപ്പോ ബ്രൂക്കിനെ അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ അറ്റാക്കില് ബ്രൂക്കിന്റെ മുടിയാണെങ്കിൽ ഒരല്പം കത്തിപ്പോവും. ബിഗ് മോം ആണെങ്കിൽ അവന് വീണ്ടും വീണ്ടും ഓഫർ കൊടുക്കുകയാണ്. സോഹേ കിങ് ബ്രൂക്ക്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിന്നെ പോലെ വെറൈറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ എന്റെ ലൈബ്രറിയിൽ കളക്ട് ചെയ്ത് വെക്കണം എന്നാണ് എന്റെ ആഗ്രഹം. സോ മര്യാദയ്ക്ക് നീ കീഴടങ്ങുകയാണെങ്കിൽ നിനക്ക് നിന്റെ ജീവനെങ്കിലും തിരികെ കിട്ടും. അതിന് ബ്രൂക്ക് അവന്റെ ഗിറ്റാർ എടുത്ത് എന്റെ പവർ ഇനി നീ കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ ആ ഗിറ്റാർ വായിക്കാൻ തുടങ്ങും. ബിഗ് മോമിനാണെങ്കിൽ വീണ്ടും ആകാംക്ഷ കൂടും. അടുത്ത അവന്റെ പവറും എബിലിറ്റിയും എന്താണെന്നറിയാനുള്ള ജിജ്ഞാസ അതങ്ങനെ ഇരട്ടിച്ചു വരികയാണ്. ബ്രൂക്കിനാണെങ്കിൽ ആ ഒരു ക്യാപ്പും ക്ലൗഡും സണ്ണും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആരുടെയൊക്കെയോ ലൈഫ് സ്പാൻ ഉപയോഗിച്ചാണ് അവൾ അവറ്റകളെ ക്രിയേറ്റ് ചെയ്തതെന്ന്. അവന്റെ ഗിറ്റാർ പവറിൽ ഇപ്പൊ ആ 3 പവറുകളും അങ്ങനെ പതിയെ പതിയെ ഡൗൺ ആയി താഴേക്ക് പോവാണ്. പക്ഷെ സെക്കൻഡുകൾ കൊണ്ട് അവറ്റകളാണെങ്കിൽ നോർമലായിട്ട് മാറി ബ്രൂക്കിനെ നോക്കി കളിയാക്കി ചിരിക്കും. പക്ഷെ ബിഗ് മോം അവളാണെങ്കിൽ ശരിക്കും ബ്രൂക്കിൽ ഇംപ്രസ്ഡ് ആയിട്ട് വീണ്ടും വീണ്ടും ആ ഗിറ്റാർ വായിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബ്രൂക്ക് ആണെങ്കിൽ ചാടി വന്ന് ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട ആ സൺ പവറും ക്ലൗഡ് പവറും അവറ്റകൾ രണ്ടും ചേർന്ന് ബ്രൂക്കിനെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. അറ്റാക്കിനൊടുവിൽ ഇപ്പൊ ബ്രൂക്കിനാണെങ്കിൽ ബോധമില്ല. അവൻ അങ്ങനെ അനങ്ങാതെ വീണ് കിടക്കുകയാണ്. ബിഗ് മോമിനാണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. അവളിപ്പോ ആ ക്ലൗഡിനോടും ഫയറിനോടും അവറ്റകളോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. യു ആർ അൺബിലീവബിൾ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവനെ തല്ലിക്കൊന്നോ? അവൻ ആക്ച്വലി എനിക്ക് കിട്ടിയ ഒരു പ്രീഷ്യസ് ഗിഫ്റ്റാണ്. എന്റെ ലൈബ്രറിയിലെ നമ്പർ 1 കളക്ഷൻസിൽ ഒന്നാക്കി മാറ്റാനാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കൈ നീട്ടി ബ്രൂക്കിനെ അങ്ങനെ വലിച്ചെടുക്കാനായിട്ട് വരും. അവൾ കൈ ആ ഫ്ലോറിൽ വെക്കേണ്ട താമസം ആ ഫ്ലോർ മുഴുവൻ തകരുകയാണ്. അവൾ കൈയാണെങ്കിൽ ഫ്ലോറിന്റെ ഓരോ ഭാഗത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കും. ബ്രൂക്കിനെ അവിടെ കാണാനില്ല. അവൻ എവിടെ പോയെന്ന് പറഞ്ഞ് അവൾ ചുറ്റും നോക്കും. ബ്രൂക്ക് ആണെങ്കിൽ കഷ്ടപ്പെട്ട് തെന്നി മാറി ഒരു ഭാഗത്ത് അങ്ങനെ മാറി കിടക്കുകയാണ്. ഓ, ഇത്ര അടി ഇടിയൊക്കെ കിട്ടിയിട്ടും നിനക്കിപ്പോഴും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ?
എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നിന്നെ എനിക്ക് ജീവനോടുകൂടെ തന്നെ വേണമെന്ന് പറഞ്ഞ് ടെററായിട്ട് ലുക്കൊക്കെ വിട്ട് അവന്റെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ ആ ഫയറിനെയും ക്ലൗഡിനെയും 2 ഭാഗത്തേക്ക് മാറ്റി ബ്രൂക്കിന്റെ അടുത്തേക്ക് വരും. ഇതാണ് പറ്റിയ സമയമെന്ന് മനസ്സിലാക്കിയ ബ്രൂക്ക് വീണ്ടും അവന്റെ സ്ക്വാഡ് എടുത്ത് അവൾക്ക് നേരെ കുതിച്ചു ചാടും. പക്ഷേ ബ്രൂക്കിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് മോമിന്റെ തലയിലുള്ള ആ ഒരു ക്യാപ്പ് അതൊരു സ്ക്വാഡായി മാറി ബ്രൂക്കിനെ വെട്ടി താഴെയിടും. ബ്രൂക്ക് ആണെങ്കിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ബ്രൂക്ക് ബിഗ് മോമിനോട് പറയും, നിങ്ങൾ ഓൾറെഡി സാഞ്ചിയെ ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സാഞ്ചിയെയും ഈ പോണോഗ്ലിഫിനെയും ഇത് രണ്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. കേസ് പോണോഗ്ലിഫ് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാഞ്ചിയെ അവരെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു തരില്ല. ഞാൻ മാത്രമല്ല ഇവിടേക്ക് വന്നിരിക്കുന്നത്, ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ലൂഫിയും നാമിയും അങ്ങനെ ഒത്തിരി പേര് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെ കൊണ്ട് സാഞ്ചിയെ തിരികെ പിടിക്കാൻ പറ്റും. ആ സമയം ഞാൻ ഈ പോണോഗ്ലിഫിന്റെ ഫോട്ടോ അത് എടുത്തിരിക്കും. ബിഗ് മോം ആണെങ്കിൽ ഇതെല്ലാം കേട്ട് പുച്ഛത്തോടുകൂടെ ബ്രൂക്കിനോട് പറയും, നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഇവിടേക്ക് വന്നു, ഇനി ജീവനോടുകൂടെ നിങ്ങൾ ആരും തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ മിറർ വേൾഡ് കാണിക്കും. അവിടെ ക്യാരറ്റ് ആണെങ്കിൽ ആ ബീസ്റ്റ് ലേഡിയെ കെട്ടിയിട്ട് അവളെ ഇക്കിളി എടുപ്പിക്കുകയാണ്. സത്യം പറയും, ആ കാസ്റ്റില് അത് ഈ മിറർ വേൾഡിന്റെ ഏത് ഭാഗത്താണ്? ഞങ്ങൾക്ക് എത്രയും വേഗം സാഞ്ചിയെ കണ്ടെത്തിയേ പറ്റൂ. അതിനവളാണെങ്കിൽ പൊട്ടിച്ചിരിച്ചും ഇറിറ്റേഷൻ താങ്ങാൻ കഴിയാതെയും ക്യാരറ്റിനോട് പറയും, സത്യമായിട്ടും എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ അറിയണമെങ്കിൽ അവൾ അവിടെയുള്ള മിററുകളോട് കാസ്റ്റിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന മിററുകൾ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഉടനെ ഓരോരോ മിറേഴ്സ് ആയിട്ട് ആൻസർ ചെയ്യാൻ തുടങ്ങും. അവറ്റകളാണെങ്കിൽ കൃത്യമായിട്ടും കാസ്റ്റിലിന്റെ ഏതൊക്കെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയും. സാഞ്ചിയെ മാത്രം അവറ്റകൾക്ക് നന്നായിട്ട് അറിയാം. ബാക്കി നമ്മുടെ ലൂഫിയെയും നാമിയെയും ഒന്നും അവറ്റകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അതെങ്ങനെ കിട്ടുമെന്ന് ചിന്തിച്ച് ചോപ്പർ കൺഫ്യൂസ്ഡ് ആവും. അതിന് ക്യാരറ്റ് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള സൊല്യൂഷൻ അതെന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവളുടെ ചെറിയൊരു സ്റ്റിക്ക് അത് കയ്യിലെടുക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോഴും വിടാതെ അവന്റെ കൈ വലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലൂഫി കൊടുക്കുന്ന ഫോഴ്സ് അത് താങ്ങാൻ കഴിയാതെ കൈയാണെങ്കിൽ മെലിഞ്ഞുണങ്ങി പതിയെ അവന്റെ സ്കിന്നൊക്കെ കീറി ചോരയൊക്കെ കുറേശ്ശെ തുളുമ്പാനായിട്ട് തുടങ്ങും. നാമിക്കാണെങ്കിൽ അത് കാണാൻ കഴിയില്ല. അവള് കണ്ണടച്ച് മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ക്രീം തലയൻ അവൻ എഴുന്നേറ്റ് നാമിയുടെ അടുത്തേക്ക് വരിക. അവനാണെങ്കിൽ ലോലയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നാമിയോട് ചോദിക്കും. അതിന് നാമി, അത്ര പെട്ടെന്ന് നീ എന്റെ കയ്യിൽ നിന്ന് അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പോകുന്നില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒരു കാരണവശാലും ഞാൻ അവളെ ചീറ്റ് ചെയ്യില്ല. അതിനവനാണെങ്കിൽ ഒരു ഗണ്ണ് കയ്യിലെടുക്കും. ഞാൻ 5 സെക്കൻഡ് കൂടുമ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അതിനിടയിൽ സത്യം പറയാൻ തോന്നുകയാണെങ്കിൽ പറയാം, അപ്പോൾ മാത്രമേ ഞാൻ ഷൂട്ടിംഗ് നിർത്തൂന്ന് പറഞ്ഞ് അവൻ ഗൺ കയ്യിലെടുക്കും. ലൂഫിയും നാമിയോ ആണെങ്കിൽ അങ്ങനെ പകച്ചു നിൽക്കുമ്പോഴായിരിക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാൽ ജിംബൈ അവിടേക്ക് ചാടി വീഴുക. അവൻ ആ ക്രീം തലേന്റെ തലക്കിട്ട് തന്നെ ആഞ്ഞൊരു ഇടി. ലൂഫിക്കാണെങ്കിൽ ജിംബൈയെ കണ്ട് ഭയങ്കര സന്തോഷം. ലൂഫി വലിയ ഒച്ചയില് ജിംബൈയോട് ആ ഒരു സെല്ല് അത് അൺലോക്ക് ചെയ്യാൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.